ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു സ്നാക്ക് റെഡിയാക്കാം. അതും ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. എന്നാൽ ശരി, വേഗം നമുക്ക് റെസിപ്പി എന്താണെന്ന് കണ്ടു നോക്കാം. അതൊരു പാത്രം എടുക്കുക. അതിലോട്ട് ഞാനിപ്പോൾ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മൈദയും എടുക്കുക. ഇപ്പോൾ ഞാനിത് ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഞാനിപ്പോൾ ഇതിനോട്ട് ഒരു 1/4 ടീസ്പൂണ് അയമോദകം, അജിവ എന്ന് പറയുന്നില്ലേ, ചെറിയ ജീരകം, കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇതാണ് സംഭവം. ഇത് ചേർക്കുന്നുണ്ട്. ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് ഈ മോദകത്തിന്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ജീരകം ഉണ്ടാവുമല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ തന്നെ ചേർക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ, അത് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതിലാണ് ഉണ്ടാക്കുന്നത് ആ ഓയിൽ എടുത്താൽ മതി. അരക്കപ്പിന് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലോണം ഈ ഓയിൽ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ സാധാരണ പച്ചവെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ഗോതമ്പ് പൊടി നല്ല ഹാർഡാണെങ്കിൽ ഇളം ചൂടുവെള്ളം വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി. സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ കിട്ടണം. ഇനി നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കാം. ആദ്യം ഇതിന് നേരെ പകുതി എടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനൊന്ന് ആക്കിയതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഒട്ടുന്നുണ്ടെങ്കിൽ ഒരല്പം പൊടി ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കാം. ഞാനങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇത്ര കനത്തിലാണ് പരത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലത്തെ ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് ഇതങ്ങനെ ഒന്ന് മുറിച്ചെടുക്കണം. ഫുള്ളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് മുറിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി പരത്തിയെടുത്തിട്ട് ഇതേപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മധുരമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് തീർച്ചയായും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം കൂടിയാണ്. വളരെ എളുപ്പത്തിലാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കാനായിട്ട്. അങ്ങനെ എല്ലാം ഇതേപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് മുകളിലോട്ടായിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ നമുക്ക് അതിൻ്റെ കട്ടിയൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനായിട്ടാണ് ഇങ്ങനെ ഒന്നും കൂടി ഇതിന് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറയുന്നത്. ഇനി നമുക്ക് 1 സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. അതുപോലെ നല്ല കട്ടിക്കൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരെണ്ണത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം വേറൊരെണ്ണം എടുത്തിട്ട് ഇതിന് മുകളിലോട്ട് വെക്കുക. എന്നിട്ട് വീണ്ടും ആ പശ ഇതിൻ്റെ നടുക്കായിട്ട് ഇതിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും മൂന്നാമത്തതൊന്നും വെച്ച് കൊടുക്കുക. ഇതും പശയാക്കിയതിന് ശേഷം നാലാമത്തത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ 5 എണ്ണം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ളത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതേപോലത്തെ ഇറുക്കിൽ എന്ത് വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇതേപോലെ പ്രസ്സാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ 5 എണ്ണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. 5 എണ്ണമായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. ഇനി നമുക്കിതിന് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഓയിൽ നല്ലവണ്ണം ചൂടാവുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് പൂ പോലെ ഇതൊന്ന് വിടർന്ന് വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. തീ ഇട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക.
ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിക്കാത്തത്. നല്ല ക്രിസ്പിയാണിത്.